ഇതാ പള്ളി മണികൾ മുഴങ്ങി, ഇതാ ദേവാലയം നയങ്ങി, അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അൾത്താര മുന്നിലണയാം കാൽവരിയാഗത്തിനോർമ്മയുമായി. ഇതാ പള്ളി മണികൾ മുഴങ്ങി, ഇതാ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. പ്രിയ സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ തക്കതാൽപ്പത്തോടെ കൊണ്ടാടുന്നതിനായി നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ചേറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ എല്ലാ മാലാഖമാരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സത്യത്തിന്റെ വചനവും വിശുദ്ധീകരണത്തിന്റെ ആത്മാ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങ് അത്ഭുതകരമായ രഹസ്യം മനുഷ്യർക്ക് അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തുവല്ലോ. സത്യവിശ്വാസത്തിന്റെ പ്രഘോഷണം വഴി നിത്യമായ തൃത്വത്തിന്റെ മഹത്വം അംഗീകരിക്കുവാൻ, മഹാപ്രാവങ്ങളെ ഏകത്വം ആരാധിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങനെ ഒരു പരിശുദ്ധാത്മാവുമായ ഐക്യത്തിനയമായി ജീവിച്ചു വാഴുന്ന എന്റെ കർത്താവ് അങ്ങനെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 34-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് കർത്താവ് ആജ്ഞാപിച്ചിരുന്നതുപോലെ അതിരാവിലെ ഉണർന്ന് പലകകളും എടുത്തുകൊണ്ട് മൂശ മലമുകളിലേക്ക് പോയി. കർത്താവ് ഒരു മേഘത്തിലിറങ്ങി വന്ന് അദ്ദേഹത്തോടു കൂടെ നിന്നു. അപ്പോൾ കർത്താവ് എന്ന തൻ്റെ നാമം അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മുൻപിലൂടെ കടന്നുപോയപ്പോൾ അവിടുന്ന് ഉദ്ഘോഷിച്ചു, കർത്താവ്, ദൈവമായ കർത്താവ് കാരുണ്യവും കൃപയുമുള്ളവനാണ്, ക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവനത്രേ. ഉടനെ മൂശ നിലത്ത് സാഷ്ടാംഗം വീണ് ആരാധിച്ചു. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങേ മുൻപിൽ കൃപ കണ്ടെത്തിയെങ്കിൽ അങ്ങ് ഞങ്ങളോടുകൂടെ പോരുന്നതിനും ഞങ്ങളുടെ അനീതിയും പാപവും ക്ഷമിച്ച് ഞങ്ങളെ സ്വന്തമാക്കുന്നതിനും അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്തെന്നാൽ ഈ ജനങ്ങൾ ദുഷ്ടാഠ്യക്കാരാണ്. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് സദാ സ്തുത്യർഹനും മഹത്വപൂർണനുമത്രേ. കർത്താവ് സദാ സ്തുത്യർഹനും മഹത്വപൂർണനുമത്രേ. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങ് സദാ സർവോപരി സ്തുത്യർഹനും അത്യുന്നതനും മഹത്വപൂർണനുമാകുന്നു. അങ്ങയുടെ സ്തുത്യർഹമായ തിരുനാമം സകലത്തേക്കാൾ മഹത്വമേറിയതും വാഴ്ത്തപ്പെട്ടതുമത്രേ. കർത്താവ് സദാ സ്തുത്യർഹനും മഹത്വപൂർണനുമത്രേ. അങ്ങയുടെ മഹത്വം കുടികൊള്ളുന്ന വിശുദ്ധാലയത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങ് അനവരതം സ്തുത്യർഹനും അത്യന്തം മഹത്വമേറിയവനുമത്രേ. കർത്താവ് സദാ സ്തുത്യർഹനും മഹത്വപൂർണനുമത്രേ. അങ്ങയുടെ രാജകീയ സിംഹാസനത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങ് അനസ്യൂതം സ്തുതിക്കപ്പെടേണ്ടവനും പുകഴ്ത്തപ്പെടേണ്ടവനുമത്രേ. കർത്താവ് സദാ സ്തുത്യർഹനും മഹത്വപൂർണനുമത്രേ. കെരൂബുമാർക്കുമേൽ സിംഹാസനസ്ഥനായിരിക്കുകയും അഗാധങ്ങളെ ദർശിക്കുകയും ചെയ്യുന്ന അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ആകാശമണ്ഡലത്തിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്നേക്കും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനുമത്രേ. കർത്താവ് സദാ സ്തുത്യർഹനും മഹത്വപൂർണനുമത്രേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, സന്തോഷിക്കുവിൻ, പരിപൂർണരാകുവിൻ, ആശ്വസിക്കുവിൻ, ഏകമനസ്കരായിരിക്കുവിൻ, സമാധാനത്തോടെ ജീവിക്കുവിൻ. എങ്കിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. വിശുദ്ധ ചുംബനം കൊണ്ട് പരസ്പരം വന്ദനം പറയുവിൻ. സകല വിശുദ്ധന്മാർക്കും നിങ്ങൾ വന്ദനം പറയുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. ദാവീദിൻ പുത്രനേ, രാജാധിരാജനേ, ആദിയുമന്തവുമായവനേ, ഇന്നലെയും ഇന്നും ജീവിക്കും ദൈവമേ, നിൻ തിരുവചനത്തിൻ ഗീതം പാടാം. ദാവീദിൻ പുത്രനേ, രാജാധിരാജനേ, ത്രിയേകനാഥനെ വാഴ്ത്തിടുന്നേ, ഇന്നലെയും ഇന്നും ജീവിക്കും ദൈവമേ, നിൻ തിരുവചനത്തിൻ ഗീതം പാടാം.
കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഈശോ നിക്കോദെമോസിനോട് അരുളി ചെയ്തു, തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ലോകത്തിന് വേണ്ടി തൻ്റെ സുതനെ നൽകുവാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, അവിടുന്ന് വഴി അതിനെ രക്ഷിക്കുവാനാണ്. അവിടുത്തെ വിശ്വസിക്കുന്നവരാരും ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഏകജാതനെയാണ് അവൻ അവിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക തിരുസഭ ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുക. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാൾ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. എന്നാൽ നമ്മുടെ വേദപഠന ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൈവം ഏകനാണ്. ആ ഏക ദൈവത്തിൽ 3 ആളുകളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 ആളുകളും ജ്ഞാനത്തിലും ശക്തിയിലും നന്മയിലും തുല്യരും, എങ്കിലും വ്യത്യസ്തരും. ഇത് 3 ദൈവങ്ങളല്ല, മറിച്ച് ഏക ദൈവമാണ്. ഒരേ സാരാംശവും സത്തയും പ്രകൃതിയുമുള്ള ദൈവം. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും ആഴമായ ഒരു ദിവ്യരഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം എന്നുള്ളത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 18-ാമത്തെ അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ മാമറെ താഴ്വരയിൽ അബ്രഹാം കണ്ടുമുട്ടുന്ന 3 വ്യക്തികളെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നുണ്ട്. ഈ 3 അജ്ഞാതരായ വ്യക്തികൾ അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൂരെ നിന്നുകൊണ്ട് തന്നെ അബ്രഹാം ഇവരെ വീക്ഷിക്കുകയാണ്. ഇവരടുത്ത് വന്നപ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ അബ്രഹാം അവരെ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ കർത്താവേ എന്നാണ്. കാരണം ഈ 3 വ്യക്തികളെ കണ്ടപ്പോൾ അത് 3 വ്യക്തികളായിരുന്നെങ്കിലും ഒരുപോലെയാണ് അബ്രഹാമിന് അനുഭവപ്പെടുന്നത്. 3 പേരും ഒരുപോലെ ഇരിക്കുന്നൊരവസ്ഥയാണ്, ഒരു തോന്നലാണ് അബ്രഹാമിന് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് അബ്രഹാം വിളിക്കുന്നത് എൻ്റെ കർത്താവേ എന്നാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ദിവ്യരഹസ്യത്തെ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ അത് പ്രയാസമുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്നത്? 3 ആളുകൾ ത്രിത്വത്തിലുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കാം. എന്നാൽ ഉത്തരം വളരെ ലളിതമാണ്. യേശു പഠിപ്പിച്ചതാണ് ഈ വിശ്വാസ സത്യമെന്നത്. പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു പറയുന്നുണ്ട്, യോഹന്നാൻ്റെ പുസ്തകത്തിൽ സുവിശേഷത്തിൽ 5-ാം അധ്യായം 43-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 8-ാം വാക്യം നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, എന്നെ അയച്ചത് എൻ്റെ പിതാവാണ്. 7-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, പിതാവിൽ നിന്ന് പഠിപ്പിച്ചതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. 4-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ വന്നവനാണ് ഞാൻ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാം വാക്യം വീണ്ടും പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാണ്. അപ്പൊ യേശു പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം പഠിപ്പിക്കുന്ന പ്രതിപാദ്യമായ വിഷയങ്ങളാണ് പലപ്പോഴും യോഹന്നാൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ യേശു പരിശുദ്ധാത്മാവുമായുള്ള ബന്ധവും വീണ്ടും യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിൻ്റെ അപേക്ഷയാൽ പിതാവ് പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ അയക്കുന്ന രംഗം നമ്മൾ കാണുന്നു. അപ്പൊ യേശു ആവശ്യപ്പെടുന്ന, യേശു പ്രാർത്ഥിക്കുന്ന പിതാവിനോട് തൻ്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുവാനായിട്ട്. അങ്ങനെ 16-ാം അധ്യായം 17-ാം വാക്യത്തിൽ യോഹന്നാന്റെ വിശേഷത്തിൽ യേശു ആരംഭിച്ച ദൗത്യം പരിശുദ്ധാത്മാവുടെ പൂർത്തീകരിക്കുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കണ്ടുമുട്ടുന്നത്.
3 കാര്യങ്ങളിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നയിക്കുക. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സത്യം സംസാരിക്കുമെന്ന് പറയുന്നത്. അതാണ് യേശു പറയുന്നുണ്ട്, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട്, പക്ഷെ അതെല്ലാം ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല, എല്ലാം ഗ്രഹിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുമ്പോൾ അവൻ നിങ്ങളെല്ലാം പഠിപ്പിക്കും എന്നാണ് പറയുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിൻ്റെ പുത്രന്മാർ. അപ്പൊ യേശു വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ ഗ്രഹിക്കാനാവാത്ത പല കാര്യങ്ങളും പരിശുദ്ധാത്മാവും ശിഷ്യന്മാരെ പഠിപ്പിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്മാരായിട്ട് നടന്നു നീങ്ങുന്ന ശിക്ഷഗണത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. വീണ്ടും പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കുമെന്നാണ്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന 3 ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സത്യത്തിലേക്ക് നയിക്കും, രണ്ടാമത് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കും, മൂന്നാമതായിട്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അവൻ നമ്മളെ നയിക്കും. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. അതായത് എല്ലാം വ്യക്തമാക്കി തരുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കി തരുന്നത്. വീണ്ടും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ചുകൊണ്ട് അവൻ നമ്മളെ നയിക്കുമെന്നാണ് പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയത്തിന് അതീതവുമായ തലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും, ഗ്രഹിപ്പിക്കും നിങ്ങളെ. ത്രിത്വൈക ദൈവത്തെ പല രീതിയിലാണ് വിശുദ്ധ ഗ്രന്ഥം ചിത്രീകരിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വെളിപാട് പുസ്തകം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പറയുന്നുണ്ട്, ദൈവം നിത്യനാണ്. വെളിപാട് പുസ്തകം വീണ്ടും 4-ാം അധ്യായത്തിൽ നമ്മൾ പറയുന്നുണ്ട്, ദൈവം പരിശുദ്ധനാണ്. യോഹന്നാൻ പറയുന്നുണ്ട്, ദൈവം സത്യമാണ്. ജെറമ്യാ പ്രവാചക പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 24-ാം വാക്യം പറയുന്നുണ്ട്, ദൈവം സർവ്വവ്യാപിയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം സർവശക്തനാണ്. നടപടി പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവം സർവജ്ഞനാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം എല്ലാം സൃഷ്ടിച്ച സ്രഷ്ടാവാണ്. ഹെബ്രായർക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം വിശുദ്ധീകരിക്കുന്നവനാണ്. റോമാക്കാർക്ക് ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവം നിത്യജീവന്റെ ഉറവിടമാണ്. വീണ്ടും നമ്മൾ ലൂക്കാസ് സുവിശേഷം പറയുന്നുണ്ട്, ദൈവം പ്രബോധകനാണ്. പൗലോസ്ലീഹ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതും ദൈവത്തിൻ്റെ ആത്മാവാണ്. അങ്ങനെ സൃഷ്ടാവായിട്ടും രക്ഷകനായിട്ടും വിശുദ്ധീകരിക്കുന്നവരുമായിട്ട് ആണ് ദൈവം പഴയ നിയമത്തിലുടനീളം നമ്മൾ കണ്ടുപിടിക്കുക. പഴയ നിയമത്തിൽ ദൈവം സൃഷ്ടാവായെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തൻ്റെ പുത്രൻ രക്ഷകനായിട്ട് അവതരിക്കുക. അങ്ങനെ പുത്രൻ്റെ ഉദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവ് കടന്നു വന്നുകൊണ്ട് സർവവും വിശുദ്ധീകരിക്കുന്നവനായിട്ട് ദൈവം അവതരിക്കുക. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്നത് സ്നേഹത്തിലും ഐക്യത്തിലും സഹവസിച്ചുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്വഭാവമാണ് ത്രിത്വത്തിൽ നമ്മൾ കണ്ടുപിടിക്കുക. ഈ ത്രിത്വം എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? ഈ ത്രിത്വം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഹാരഹസ്യമാണെങ്കിൽ ഈ രഹസ്യം മനുഷ്യ ജീവിതത്തിലെ അനാവൃതമാകപ്പെടേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭ ഈ ത്രിത്വത്തിൻ്റെ തിരുനാളെന്ന് ആഘോഷിക്കുന്നത്. അതായത് ത്രിത്വത്തിലുള്ള സ്നേഹവും ഐക്യവും സഹവർത്തിത്വവും ഒക്കെ നമ്മുടെ വ്യക്തിജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഒക്കെ യാഥാർത്ഥ്യമായിട്ട് മാറുമ്പോൾ ത്രിത്വത്തെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. ഈ തിരുനാളിന് പിന്നിലുള്ള ഏറ്റവും വലിയ ഉദ്ദേശമാണ് ദൈവത്തിനുണ്ടായിരുന്ന സ്നേഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അപ്പൊ ക്രിസ്തുവിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് യേശു തന്നെ പറയുന്നുണ്ട്, എന്നെ അയച്ചതിൻ്റെ പിതാവാണ്, ഞാനും പിതാവും ഒന്നാണ്, ഞാൻ പറയുന്നതൊക്കെ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതാണ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ മനോഭാവം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സ്ത്രീത്വത്തിൻ്റെ മനോഭാവം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്വഭാവം നമുക്കുണ്ടാകട്ടെ എന്നാണ് സഭ അല്ലെങ്കിൽ സ്ത്രീത്വം നമ്മളെ പഠിപ്പിക്കുന്നത്. ആകയാൽ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടതാണ് ഐക്യവും സ്നേഹത്തിനും അടിസ്ഥാനമിട്ട ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ, ക്രൈസ്തവ ജീവിതം നമ്മൾ നയിക്കുമ്പോൾ സ്ത്രീത്വം ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. ആകയാൽ ഈ ഒരു അനുഭവത്തിലേക്ക്, ഈ ഒരു മഹാ രഹസ്യത്തിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ട് ഈ ഐക്യവും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുന്ന കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു,
സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ ജനിച്ചതുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവനുമായിരുന്നു. അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവരും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശിഷ്ടവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. വിശ്വാസികളുടെ പ്രാർത്ഥന. തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിജീവിതങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും നിലനിർത്തുവാൻ ദൈവവുമായിട്ട് അനുരൂപപ്പെട്ടുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രത്യുത്തരം കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും രൂപതാധ്യക്ഷൻ പോൾ ഹെൻറി പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അനുഗ്രഹിക്കണമെന്നും അവരിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ പരിശുദ്ധത്തെ മനസ്സിലാക്കുന്നതിനും അറിയുന്നതിനും വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, മനുഷ്യനായി പിറന്ന അങ്ങേ പുത്രനിലൂടെ അവിടുത്തെ സ്നേഹം അങ്ങ് പ്രകടമാക്കിയല്ലോ. യേശുവിൽ വളരുന്നതിനും അവിടുത്തെ രക്ഷാകര ദൗത്യത്തിൽ പങ്കുകളാകുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന അടയാളമായി തീരുന്നതിന് തിരുസഭയെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്താൽ കൊറോണ വൈറസ് എന്ന മഹാവ്യാധിയിൽ നിന്നും ഈ ലോകം രക്ഷപ്പെടുമാറാകട്ടെ. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞരെയും ആരോഗ്യ പ്രവർത്തകരെയും കാത്തു സംരക്ഷിക്കണമെന്നും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒമാൻ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരി ഹിസ് മജസ്റ്റി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അൽ സയ്യിദും ജനങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നതിനും വേണ്ട കൃപയ്ക്കായി കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും നിമിഷം നമുക്ക് ഓർക്കാം. സ്നേഹസമ്പന്നനായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ വിശ്വാസത്യങ്ങളിലും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ചുകൊണ്ട് തൃത്വത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നതായിട്ട് മാറുവാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ലോകത്തുള്ള എല്ലാ വിശ്വാസികളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. സ്വീകരിച്ചു
ആകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് പവിത്രീകരിക്കുകയും അവയാൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ ഒരു കാഴ്ച വസ്തുവായി മാറ്റുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വരാ പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗത്പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെങ്ങും എന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയതുയുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗത്പിതാവേ. ഗാഗുൽത്താമാമലവേദിയിൽ മാനുഷപാപങ്ങളേന്തി മരിച്ചതാം പൊന്നോമൽ സൂനുവിൻ ശ്രീയേഴ് ഉത്ഥാനം വിശ്വസിപ്പൂ ഞങ്ങൾ ഭക്തിപൂർവം. അന്തിമ നാളിലായി സർവജനത്തിനും നീതിപൂർവം വിധി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതാം പാവമേറും പ്രത്യാഗമനം ഞങ്ങൾ കാത്തിരിപ്പൂ. ആകയാൽ ആമോദവായ്പോടെ വാഴുക സ്വർഗീയ ഗായകർ മാലാഖമാർ, ദിവ്യപ്രതാപവാനങ്ങേക്ക് നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ച് ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾക്കു കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ, നിർമ്മലമായ ഒരു ബലി അങ്ങയുടെ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ
ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശദീകരിക്കുവാനായി അങ്ങ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അങ്ങേ ആത്മാവാൽ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ അങ്ങയുടെ ദിവ്യപുത്രമയുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. മരണം വരിച്ചു നീ, മൃത്യുവിനെ ജയിച്ചു, ഉദ്ധാനം ചെയ്തു നീ, ഞങ്ങൾക്കു ജീവനേകി. വരേണി ഭൂതമാ മഹിമ പ്രതാപമോടെ, മഹിമ പ്രതാപമോടെ. അതിനാൽ കർത്താവെ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോപണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിഭാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തീർക്കാൻ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാര ശരീര രക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശേഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ പോൾ മെത്രാനോടും മെത്താൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയിട്ട് സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടോളണമേ. കാരണവനായ പിതാവെ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും
അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം അങ്ങ് പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്തിൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളിൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ ഉരുവത്കൃതരായും നിർദ്ദയം നമുക്ക് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗ്ഗത്തിലെപ്പോൾ നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യൻ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ കുദാശയുടെ സ്വീകരണവും നിത്യവും പരിശുദ്ധവുമായ ത്രിത്വത്തിൻ്റെയും അവിടുത്തെ വ്യക്തിപരമായ ഏകത്വത്തിൻ്റെയും പ്രഖ്യാപനവും ഞങ്ങളുടെ ശരീരത്തിലെയും ആത്മാവിൻ്റെയും ആരോഗ്യത്തിന് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.